ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഏണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നമുക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ കുറച്ച് നേരം കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് വാട്സാപ്പിലൂടെ ആഡ് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം നമ്മുടെ കോൺടാക്റ്റിൻ്റെ ബേസിസിൽ, അതായത് വ്യൂസിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂസ് ഏർണിങ്സ് ആണോ വെച്ചാൽ അങ്ങനെ കണ്ടിന്യൂസ് ഏർണിങ്സ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ ആഡ് ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ആഡ് ഉണ്ടാവില്ല. പക്ഷേ പൈസ കിട്ടും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഞാൻ ഒരു 15 രൂപ വിഡ്രോ ചെയ്തു, 25 രൂപ വിഡ്രോ ചെയ്തു. ഇപ്പോൾ ഇനി അടുത്തത് 50 രൂപയാണ്. 50 രൂപ 34 രൂപയായിട്ട് നിൽക്കണു. അപ്പോൾ നല്ല ഒരു ഇതാണ്. ഞാൻ ഇപ്പോൾ 2 months ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ആഡ്സ് ഉണ്ടാവും, ഇടയ്ക്ക് ആഡ്സ് ഉണ്ടാവില്ല, അത് പറയാലോ. അത് അങ്ങനെ തന്നെയാണ്. ജെനുവിൻ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. വേറെ സംഭവമൊന്നുമില്ല. ഒട്ടും പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻ അല്ലാതെ എൻ്റെ സ്വന്തം ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യണത്. ഞാൻ കുറേ പേർക്ക് ഇത് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വാട്സപ്പ് ഫ്രണ്ട്സിന് കുറേ പേർക്ക് ഇത് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. എന്താ പറയുക, 10 രൂപ പോലും ഏർണിങ്സ് ഇല്ലാത്ത ഒരു വീട്ടമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു 10 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അമൃത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കയ്യിൽ 10 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെൺകുട്ടികളാണെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഏർണിങ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. GPay വെച്ചിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാം. ഏത് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് കുറേ പേരെ പ്രൊമോട്ട് ചെയ്തിട്ട് അവരും കുറേ പേര് റെഫർ ചെയ്തിട്ടുണ്ട്, ഞാനും കുറേ പേര് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഇതിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. സോ ഈ ഒരു ആപ്പിൻ്റെ പേര് വന്നിട്ട് യൂണിസോൺ എന്നാണ്. കുറച്ച് പേരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അധികം ഞാൻ എവിടെയും കണ്ടില്ല ഈ യൂണിസോൺ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് റെഫർ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 2 months ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി ഒരു 75 രൂപ അങ്ങനെ അതിൻ്റെ മുകളിലായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. എനിക്ക് അത്ര രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പൈസ എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലും കിട്ടാത്ത ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ കോൺടാക്റ്റ് വെച്ചിട്ടാണ് അത് സൈൻ ഇൻ ചെയ്ത് അതിൻ്റെ വ്യൂസിൻ്റെ ബേസിസിലാണ് നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് നമുക്കിത് കിട്ടാം. അപ്പോൾ വ്യൂസിൻ്റെ ബേസിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഫേക്ക് ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒറിജിനൽ ഗൂഗിൾ ID അല്ല, എൻ്റെ വേറൊരു ഗൂഗിൾ ID, ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ ഗൂഗിൾ ID ഇട്ടിട്ടാണ് ഞാനതിൽ സൈൻ ചെയ്തത്. എന്നിട്ട് അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് കുറച്ച് കോണ്ടാക്ട്സേ ഉള്ളൂ. എനിക്കൊരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം വരിക 9 to 11 രൂപയാണ് ഒരു ആഡിന് എനിക്ക് കിട്ടാറ്. അപ്പോൾ വീക്ക്ലി അല്ലെങ്കിൽ 2 days കൂടുമ്പോൾ എന്തായാലും എനിക്ക് ആഡ് കിട്ടാറുണ്ട്. ചില ആഡ് നമ്മൾ സ്ക്രീൻഷോട്ട് ഇടാൻ മറന്നു പോവും, അപ്പോൾ പൈസ കിട്ടില്ല. ചില ദിവസം ചെറിയൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും, അതിൻ്റെ പകുതി പൈസയൊക്കെ കിട്ടാറുമുണ്ട്. ചില ദിവസങ്ങളിൽ സ്ക്രീൻഷോട്ടിന് എൻ്റെ വ്യൂസ് കൂടും. ഇപ്പോൾ എനിക്ക് 150 എന്ന് പറഞ്ഞാൽ 150 കൂടുതൽ വ്യൂസ് ആണെങ്കിൽ ചിലതിലൊക്കെ നമുക്ക് പൈസ കൂടുതൽ കിട്ടില്ല. ഇത് അങ്ങനെയില്ല. പൈസ നമുക്ക് ആ ഒരു 150 കോൺടാക്റ്റിൻ്റെ ഉള്ളിലാണ് വരാൻ പാടുള്ളൂ. അപ്പോൾ 150ൻ്റെ ഉള്ളിൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാറുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനൊരു ലിങ്ക് തരാം. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലെങ്ങനെയാണ് സ്ക്രീൻഷോട്ട് ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് ആയിട്ടുള്ളൊരു പ്രൊമോഷനല്ല. ഇത് എനിക്ക് പൈസ കിട്ടി, എനിക്കത് ഹെൽപ്ഫുള്ളായി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരുന്നത് മാത്രം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫോണിൽ നേരെ ആപ്പിൽ പോകണം കേട്ടോ. യൂണിസോണിൻ്റെ ആപ്പും കിട്ടും, പേജും കിട്ടും. ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ആപ്പിൽ പോയി അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ ഹോം പേജാണ്. അപ്പോൾ അതിൽ എനിക്ക് 80.33 ഇമ്പാക്റ്റ് സ്കോർ ഉണ്ട്. 75 സ്കോറിന് മുകളിലുള്ളവർക്ക് ഗ്രീൻ ടിക്ക് കിട്ടും. എത്ര ദിവസം എനിക്ക് ബ്ലൂ ടിക്ക് ഉണ്ടായിരുന്നുണ്ട് എന്ന് ഞാൻ നെറ്റ് ഓണാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് യൂണിസോണിൻ്റെ പേജ് ഓപ്പണായിട്ട് വരിക. അതിൽ നമുക്ക് നമ്മുടെ ID വെച്ചിട്ട് ഇത് എൻ്റെ അക്കൗണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കണേ കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അത് നിങ്ങൾ ചെയ്യുക. ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ടേസ്റ്റ് നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാവുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട്സ്, പോസ്റ്റൽ കോഡ്, മൊബൈൽ നമ്പർ,
പിന്നെ അത് വാട്സാപ്പിലേക്ക് വരാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം, അതാണ്. അപ്പോൾ അതിൽ ആഡ്സ് കാണിച്ചു തരാം, എങ്ങനെ ആഡ് എന്ന് കണ്ടോ. എനിക്ക് ഓരോ ആഡും കംപ്ലീറ്റ് ചെയ്തതിന് സ്ക്രീൻഷോട്ട് ആക്സെപ്റ്റ് ചെയ്തു, ഇത്ര രൂപ കിട്ടി, ഇതാ റിജക്റ്റ് ചെയ്തു, അതുപോലെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണിക്കുന്നത് കണ്ടോ. ഓരോ ദിവസം ഞാൻ ഇട്ടതാണ്, പിന്നെ അടിയിലേക്കും ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ന്യൂ ആഡ്സ് എടുക്കുക. അതുപോലെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഞാൻ റെഫർ ചെയ്തിട്ടുള്ളതാണ് ഈ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ ഞാൻ ഇത്രയും ആൾക്കാരെയാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അതിലവർ ആഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ പേയ്മെൻറ്റ് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ റെഗുലറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 10 രൂപ കിട്ടും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ലക്കി ഡ്രോ ഉണ്ട്, അതുപോലെ യൂണിസോൺ ജോബ്സ് ഉണ്ട് കണ്ടോ. ഇതിലൊക്കെ ഓരോ ജോബ്സിൻ്റെ ഡീറ്റെയിൽസാണ്. 15K മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജോബുകളാണ് ഇതിലെല്ലാം ഉള്ളത്. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിസോൺ വാലറ്റിലുള്ള 1 രൂപയാണ് നമ്മുടെ പോവുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അവരുടെ വാട്സാപ്പിലേക്കാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. നല്ല ജോബുകളാണ് എന്ന് ഞാൻ കരുതുന്നു. 1-2 എൻക്വയറീസൊക്കെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലക്കി കാർഡ് ചാലഞ്ച്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ ടിക്ക് യൂസേഴ്സിന് 2 ദിവസം നമുക്ക് ആഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലക്കി കാർഡിലൂടെ 25 രൂപ വരെ വിൻ ചെയ്യാനുള്ള ഓഫറാണ്. എനിക്ക് ഒരു പ്രാവശ്യം 2 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു യൂണിസോണിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു കേട്ടോ. ഡീറ്റെയിൽസ് എടുക്കട്ടെ. ഏണിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഏണിങ്സ് നോക്കാം. വരുമാനം. പരസ്യങ്ങൾക്കുള്ള പേയ്മെൻറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാറ്റസ് വ്യൂവിൻ്റെ എണ്ണത്തിൽ മൊത്തത്തിലുള്ള പരസ്യത്തിൻ്റെ പെർഫോമൻസും അടിസ്ഥാനത്തിലാണ്. കൂടുതൽ ക്ലിക്കുകൾക്ക് ഇല്ല, നോർമലായിട്ടുള്ള സംഭവം തന്നെ കിട്ടുള്ളൂ. എല്ലാവർക്കും ഒരേ തുകയാണോ പേയ്മെൻറ്റ് നൽകുക? അല്ല, ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആവും. അവരുടെ വ്യൂസും അവരുടെ കോൺടാക്ട്സും അനുസരിച്ചിരിക്കും. ഞാൻ യൂണിസോണിലൂടെ നേടിയ തുക എനിക്ക് എങ്ങനെ ലഭിക്കും? അത് നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് അതിൽ ലഭിക്കും. ഓക്കെ. പരസ്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതിനായി എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിയും? ഇല്ല, പറ്റില്ല. നമ്മൾ സ്റ്റാറ്റസ് ഇടുക, അതിൻ്റെ വ്യൂസിൻ്റെ ബേസിസിലാണ് നമുക്ക് ഏർണിങ്സ് കിട്ടുക. അങ്ങനെയാണ് യൂണിസോണിൽ എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാം? നമ്മൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏർണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക. ഒരു സ്റ്റാറ്റസിന് എനിക്ക് എത്ര വ്യൂസ്, ഓരോ പരസ്യവും നമ്മൾ പരസ്യം കൊടുക്കുന്ന ആൾക്കാരുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമുക്ക് ഓരോന്നിനും പൈസ കിട്ടുക. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ റെഫർ ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലതാണ്, അടിപൊളിയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞതന്നെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ടൈമൊന്നും വേസ്റ്റ് ആവുന്നില്ല. ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് ജസ്റ്റ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. വ്യൂസിൻ്റെ ബേസിസിൽ നമുക്ക് ഏർണിങ്സ് കിട്ടുകയും ചെയ്യും. സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. 15 മണിക്കൂറിന് ശേഷമാണ് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും കൂടെ ഇടുക. നിങ്ങൾക്ക് ഇത് സക്സസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. സോ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്ഫുൾ ആവും. ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.